നാളെന്നാ പോട്ടെ. ആ പോവാ. ഒരുപാട് റെക്കോർഡ് ചെയ്തിട്ട് ഇതെല്ലാം കിട്ടണുണ്ടോ എന്താ ഞാൻ പോയിട്ട് കാറ്റാ. ഹലോ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല. നിങ്ങളിത് ഇപ്പോഴേ കാണുന്നത് എനിക്കറിയണം. അപ്പോൾ ഞാനിപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കോട്ടയം ജില്ലയിലായിരുന്നു. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ആയിരുന്നു. അപ്പൻ്റെ നിങ്ങൾ ഈ വീട് കാണുന്നതിൻ്റെ മുമ്പ് തുടക്കം കണ്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതാണ്. തിരിച്ച് വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് ഉണ്ണിക്കുട്ടനെ കാണണം. അല്ല, വയനാട്ടിലല്ല, എറണാകുളത്ത് ഉണ്ടാവാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പോണത് വയനാട്ടിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഞാനിപ്പം നമ്മുടെ കോട്ടയം ബസ് സ്റ്റാൻഡിലാണ്. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട വഴി നടക്കില്ല. ഒരു ചേച്ചിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വഴി പറഞ്ഞു നോക്കിയിട്ട് പോകണം. അപ്പം റെയിൽവേ ഉണ്ണിക്കുട്ടനെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അങ്ങനൊരു 30 മിനിറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷൻ എത്തി. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ട്രെയിനിൽ കയറണ്ടേ, എങ്ങനെ ടിക്കറ്റ് എടുക്കണ്ടേന്ന് അറിയില്ല. ആദ്യമായിട്ടല്ല, ഇതിന് മുമ്പ് വന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോണേ. കുറച്ചോനെ ഏത് വഴിയാണോ കയറണ്ടേ, എവിടെയാണ് എത്തുന്നത്? നടന്ന് നമ്മുടെ ഉമ്മൻ്റെ ഏതായാലും സ്ഥലം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. കൊള്ളാം, നല്ല രസമുണ്ട് സ്ഥലം കാണാൻ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഇത് എവിടെയാണെന്ന് ചോദിക്കാൻ ഒരു മലയാളീനെയും കാണുന്നുണ്ട്. ഇവിടെ മൊത്തം നോർത്ത് ഇന്ത്യൻസ്. ചേട്ടാ അടുത്ത് ചോദിച്ചു, ഒരു മലയാളീനെ കണ്ട് ഇത് പോട്. സംഭവം കേരളത്തിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മലയാളികളെ കാണുന്നില്ല. ഈ സമയം ആയതുകൊണ്ടായിരിക്കും. അറിയില്ല. അപ്പോൾ എറണാകുളത്തെത്തി. പക്ഷേ അടുത്ത എറണാകുളം തന്നെയാണോ ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് അടുത്തായിരിക്കും. ഉണ്ണിക്കുട്ട ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്തോ? ഏതാ ജില്ല ഇത്? സംഭവം മൂഞ്ചിപ്പോയി. ഉണ്ണിക്കുട്ടനെ ഇവിടെ എവിടുത്തോ വേറെ ഏതോ കപ്പാറ്റില്ല. ഈ ട്രെയിൻ മാറിയൊന്നും എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ വലിയ ധാരണയില്ല ഇതിനെ കുറിച്ച്. പഠിച്ചോടെ പെട്ടോ എന്തോ. ഇതിനെപ്പത്തിന് പോയതിനും എനിക്ക് വേറെ അറിയത്തില്ല. ഷോർട്ടാന്ന് പറഞ്ഞാൽ അവസാനം കണ്ടുപിടിച്ച്. എനിക്കല്ലായിരുന്നു ബുദ്ധിയില്ല തവന. കൂടെ ഉള്ളതെല്ലാം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്? ഇത് ഏത് പൈസ പിടിച്ചാ? നശിപ്പിച്ച് കളഞ്ഞ് ഓർമ്മ അതിൻ്റെ ഉള്ളിലുണ്ടാവും. പോയി. അത് ഞാനിപ്പോ ചെവിന്ന് എടുത്തിട്ട് എവിടെ വെച്ചേ? ചെവി എടുത്തിട്ട് എന്റെ നെഞ്ചത്ത് അതിന്റെ ചെവിയിൽ ഇട്ടായിരുന്നില്ല. ചെവിയിലുണ്ട്, ഞാൻ ഇങ്ങനെ കാണിച്ചില്ലേ? അതെന്ത് അതെടുത്തില്ല. കമ്പാർട്ട്മെന്റ് പറയാറില്ല തേണ്ടി. ഞാൻ എവിടെ കൂടെ സ്റ്റേഷൻ
കോഴിക്കോട് വയനാട്ടിലെത്തിയത്. കോഴിക്കോട് നമ്മൾ വയനാട്ടിലേക്ക് ബസ്സിന് പോകണം. അതിന് മുമ്പ് എന്ത് കഴിക്കണം? ബിബിലിനെ കൂട്ടണം. ഷർട്ട് വെച്ചത് കുപ്പി വെച്ചത് വെച്ച എല്ലാം പച്ച. ഇതിനകത്തൊരു കുപ്പിൻ്റെ കൂടെ പച്ച കഴിവേറി തന്നെ നീ. അങ്ങനെ നമ്മള് കോഴിക്കോട് നഗരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അങ്ങോട്ട് നടക്കുകയാണ്. നമ്മൾ ഗോയിങ് ടു വയനാട്. എവിടെ? വ്യൂ വയ എക്സം സീറ്റ്. അതെന്താ എക്സം സീറ്റ് കൂടെ പോകുന്നത്? അത് മനസ്സിലായി. എക്സം സീറ്റിന്റെ ഫുൾ ഫോം എന്താ? സാങ്കേതിക മതി ക്യാൻറ്റീൻ സ്ട്രീറ്റ് എന്ന് പറയട്ടെ. അത് ഇംഗ്ലീഷുകാര് പറഞ്ഞ ക്യാൻറ്റീൻ സ്ട്രീറ്റ് എന്നാ പറയാ. നമ്മള് മുട്ടായികളെ മൊട്ടായി തെരുവെന്ന് പറയും. അപ്പൊ എന്തിനാ ഈ എഫ് എം സ്ട്രീറ്റ് എത്തിക്കുന്നത്? എഫ് എം സ്ട്രീറ്റ് എന്താ സംഭവം? ആർക്കെങ്കിലും അറിയാണെങ്കിൽ കമന്റ് ഔട്ടിലോ. ആകെ 2-3 കാണും ചെയ്യും. അവർക്കറിയാം, അറിയത്തുമില്ല. നമ്മൾ താഴെ ഇടാം, അല്ലെങ്കിൽ ഇവിടെ എഴുതി കാണിക്കത്തില്ല. കാണുന്നില്ലേ? അവിടെ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് ഇത്രയും ചമ്മലൊന്നും ഇല്ലല്ലേ, ഇങ്ങനെ ഒരു ഉളുപ്പില്ലേ? സംഭവം വെച്ചാല് ഇവിടെ ഉള്ള ആർക്കും നമ്മളറിയത്തില്ല, നമുക്ക് അറിയത്തില്ല. ആകെ അറിയുന്ന ഒരുത്തരുണ്ട്. അവനിപ്പോ വരും. അവൻ വരുമ്പോ അവൻ ഇതേപോലെ കളിക്കും. കാരണം അവരെ ആരും അറിയില്ല. നമ്മള് വിട്ടാനേരിയിലെത്തി. ഇവിടെ മൊത്തം ആൾക്കാരോടല്ലോ എപ്പോഴും അല്ലേ? നോക്കി കഷ്ടാണല്ലോ ഇതിനെ കൊണ്ട്. ഒരു കാര്യം പറയുമ്പോ ഫുൾ ആൾക്കാരായിരിക്കും. വയനാട്ടിലൊന്നും അങ്ങനെ ആൾക്കാരില്ല അല്ലേ? ഇത്ര ആൾക്കാർ വയനാട്ടിൽ റോഡിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മള് വള്ളി തുണി നടക്കുന്നത് മറ്റുള്ളവർ പറയണേ. ഫ്ലാഷാ. അപ്പൊ നമ്മള് കൊറേ നേരം എത്ര നേരടാ? 1.5 മണിക്കൂർ സെലിബ്രിറ്റി വന്നപ്പോ ആൾക്കാരൊക്കെ കൈ ഇപ്പൊ കോഴിക്കോട് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളൊരു മനുഷ്യനാണ്. അത് രാത്രിയൊക്കെ ഭയങ്കര പടിയാതായിട്ട് വിളിച്ച വിളിക്കാതെ ബൈക്ക് വാങ്ങിച്ചു, പുതിയ കട്ടിലൊക്കെ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യമില്ല. കോഴിക്കോട് ഇങ്ങനെയൊന്നും അല്ല. അപ്പൊ നിനക്ക് എന്താ കഴിക്കാൻ? ഞാൻ വൈബൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെലവ് അക്കുഞ്ഞിന്റെ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് അക്കുഞ്ഞിന്റെ ചെലവ്. അപ്പൊ അക്കുഞ്ഞിന്റെ ചെലവ് ഒക്കെ നമ്മളപ്പോ ചെലവ് ചെയ്യുന്ന കടയിലെത്തിട്ട് സുഹൃത്തുക്കൾ ഒരു കാര്യം പറയും. ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6th സെമ്മിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല, റെഗുലർ ഞാൻ FD സ്റ്റുഡൻ്റ് ആണ്. റെഗുലറിന്റെ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു സപ്ലൈ ഉണ്ട്. സംഭവം അത് കിട്ടിക്കഴിഞ്ഞാൽ ഡിഗ്രി പാസ്സാവും. ആ ഒറ്റ സപ്ലൈ ചെയ്താൻ വേണ്ടിയിട്ട് ഞാൻ 3000 രൂപ മുടക്കി. ഇനി എങ്ങനെ അത് പൊട്ടിയിട്ട് 3000 രൂപ പോയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ നാണക്കേടായിരിക്കും. പൊട്ടൊന്നുമില്ല. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അറിയില്ല. ഈശ്വരാ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. മിസ്റ്റർ ബിബിൽ ബാബു അവിടെ ഉള്ളതാണ്. കോഴിക്കോട് വൈകിട്ടുണ്ടാക്കാവുന്നതാ. സോറി, പഠിക്കാവുന്നതാ. നമ്മള് ഷവർമ്മ കഴിക്കാൻ വേണ്ടിയ ഷവർമ്മ എന്ന് പറഞ്ഞാല് നിങ്ങൾ മസ്റ്റായിട്ട് വന്നിരിക്കേണ്ട ഒരു കടയാണ്. ഇതേറെ കട അങ്ങനെയാണ് ബിബില് പറയുന്നത്. അങ്ങനെയാണ് ആൾക്കാരൊക്കെ പറയുന്നത്. അങ്ങനെയുണ്ട്
കോഴിക്കോട് അക്കുഞ്ഞിന്റെ കൈന്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചേക്കടെ ഇങ്ങനെ മുറുക്ക എനിവേ ഷവർമ കഴിക്കട്ടെ, ഒരു ഷവർമ കഴിക്കട്ടെ. ബ്രോഡ്വേന്ന് വഴി സൈഡിൽ നിന്ന് മേടിച്ച കണ്ണട അക്കുഞ്ഞിട്ടിട്ട് നോക്കട്ടെ എടാ കണ്ടില്ലടാ ഒന്ന് കാണിക്കേ. അയ്യേ ഷൊണ്ണ. പിന്നെ ഞാൻ പറയണേ, എന്റെ കൂട്ടുകാരനായിട്ട് ഞാൻ പറയല്ല, അക്കുഞ്ഞ് കണ്ണട വെച്ചാൽ ഞാൻ വയ്ക്കുന്നത് ഷഡി ഇട്ടാല് ലുക്കാണ്. ഷഡി ഇട്ടാലോ എടാ സംഗി എനിക്ക് ശരിയടാ. എന്താ നിനക്കൊക്കെ? അപ്പൊ ബീച്ചിലേക്ക് പോകുന്നില്ല, ബീച്ചിലേക്കൊന്നും പോകുന്നില്ല, പിന്നെ വീട്ടിൽ പോണം, ഇല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. അങ്ങനൊക്കെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ബസ് കിട്ടി. തിരക്കാണ്, സീറ്റില്ല, കഷ്ടമാണ്. ആൾക്കാർ കൂടി എടുക്കുന്നുണ്ട്, എന്താ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് വയനാട്ടിൽ വെച്ചിട്ട് സൈഡ് ഓഫ് ഓർഡർ ചെയ്യാം. എന്റെ പൊന്നളിയന്മാരെ അടുത്ത് പണ്ടാറായി വല്ലാത്ത ഒറ്റക്കാലില നിന്നെ. ഞാൻ എങ്ങനെ കിടക്കുവാ ബാഗിന്റെ വരെ ചോര എത്തിയപ്പോ ഞാൻ അതിന്റെ മറ്റേ ഫുഡ് സ്റ്റെപ്പിൽ കിടന്നുറങ്ങിയോണ്ട് ഫുഡ് സ്റ്റെപ്പിൽ കിടന്നുറങ്ങി. എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇരുന്നാ മതി. അമ്മമാര് വരുവാണ് ഇപ്പൊ. ഷാനും നെച്ചും കൂടി ഓടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ രാത്രി വന്ന് പിക്ക് ചെയ്യുന്ന ചങ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇവനായിരുന്നു കേട്ടോ. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചായതുകൊണ്ട് പറ്റില്ലല്ലോ. അവന്മാര് വരട്ടെ. നമ്മള് ഒടുവിലൂടെ എത്തി. കഷ്ടപ്പാടില്ലേ. നമ്പർ പ്ലേറ്റ് എടാ. ഹായ് ഹായ് സെറ്റ് ഹായ് ബ്ലോഗ് നെച്ചത്. ഞാനൊരു കൊറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് വ്ളോഗിൽ വരണം അല്ലേ. ഭയങ്കര ആഗ്രഹത്തിന്റെ പുറത്ത് ഇത്ര ആഗ്രഹം ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പറ എന്തിനും പറ, രണ്ടു വാക്ക് പറ. എന്റെ രണ്ടു വാക്ക് നല്ലത്. വലിയൊരു ആഗ്രഹമാണ് എന്നോട് വീഡിയോയിൽ പറഞ്ഞത്, അതിപ്പോ സാക്ഷാത്കരിച്ചു. പോലെ നിനക്ക് അങ്ങനെ എന്തെങ്കിലും പറയണ്ട. എന്റെ പേര് നെച്ചു നേരത്തെ എന്നോട്. അപ്പൊ ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വന്നു കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് കൂടെ അവസാനിക്കാണ്. അതെ കുലുക്ക്. അടുത്ത